രാഹുൽ ഗാന്ധിയെ പോലുള്ള കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവ് ലോക്കൽ പൊളിറ്റിക്സ് ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ എം.എ. ബേബി CPM ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹമല്ലേ ഇവിടെ ഒന്ന് പറഞ്ഞു കോൺഗ്രസും BJPയും തമ്മിൽ ഡീലായിരിക്കുന്നുവെന്ന്? അദ്ദേഹം പറയാൻ പാടുണ്ടോ? അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളല്ലേ? അദ്ദേഹം CPMൻ്റെ ദേശീയ നേതാവല്ലേ? അദ്ദേഹം ഇവിടെ വന്ന് എത്ര തവണ പറഞ്ഞു കോൺഗ്രസും BJPയും തമ്മിൽ ഡീലായിരിക്കുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? അദ്ദേഹം പറയാൻ പാടുണ്ടോ? അദ്ദേഹത്തിന് പറയാം, രാഹുൽ ഗാന്ധി പറയാൻ പാടില്ല എന്നുള്ള ന്യായം ഇവിടുത്തെ ന്യായമാണ്. അപ്പോൾ ആ ചോദ്യത്തിൽ സത്യത്തിലൊരു യുക്തിയുമില്ല. ലോക്കലി ഇവരെല്ലാവരും അവരുടെ ലോക്കൽ പൊളിറ്റിക്സാണ് കളിക്കുന്നത്. രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ഉയർത്തിക്കൊണ്ട് വന്നു, CPM അത് ടേക്ക് ഓവർ ചെയ്തോ? അതായത് അവരുടെ മുഖപത്രത്തിൽ പ്രധാനപ്പെട്ട സംഗതിയായിട്ട് അച്ചടിച്ച് വന്നോ? അല്ലെങ്കിൽ തൃശ്ശൂരിലെ വോട്ട് ചോരി തെളിവുകളടക്കം പുറത്തു വന്നു, CPM അത് ടേക്കപ്പ് ചെയ്തോ? ഉപയോഗിച്ചിട്ടില്ല, ടേക്കപ്പ് ചെയ്തിട്ടില്ല. ടേക്കപ്പ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പല നോൺ BJP മുഖ്യമന്ത്രിമാരും വലിയ ഞെട്ടൽ ഹരിയാനയിലെയും കർണാടകയിലെയും വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ വലിയ ഞെട്ടലാണ് ഇപ്പോൾ പങ്കുവച്ചത്. അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ അട്ടിമറിയാണെന്ന് പറഞ്ഞപ്പോൾ അതിൽ തൊടാതിരിക്കാൻ പിണറായി വിജയൻ ശ്രദ്ധിച്ചു. അത് പിണറായി വിജയൻ ആ വിഷയത്തോടുള്ള എതിർപ്പുകൊണ്ടല്ല. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പൊളിറ്റിക്കൽ വിഷയത്തിന് കൂടെ നമ്മൾ നിന്നാൽ അത് കോൺഗ്രസിനാണ് സഹായകമാവുക. നാളെ നമ്മൾ കോൺഗ്രസിനെ തോപ്പിച്ച് ഇവിടെ ജയിക്കേണ്ടവരാണ് എന്ന് കണക്കാക്കിയിട്ടുള്ള ലോക്കൽ ഇൻട്രസ്റ്റ് ആണത്. അതിൽ ബാധകമൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും അവരുടെ താല്പര്യത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധി മാത്രം വിശാലമായ താല്പര്യത്തോടെ പിണറായി വിജയനെ വന്ന് കെട്ടിപ്പിടിക്കണം, സ്നേഹം കാണിക്കുന്ന യുക്തിയൊന്നുമില്ല. ഇതേ പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് ചെന്നൈയിൽ പോയി സ്റ്റാലിൻ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഒരേ വേദിയിൽ കൈവർത്തി കാണിച്ചിട്ടുണ്ട് 2019. അപ്പോൾ കേരളത്തിന് പുറത്തേക്ക് പോയാൽ പിണറായി വിജയൻ്റെ കൂടെ നിൽക്കാനോ അദ്ദേഹത്തോടൊപ്പം ഒരു ദേശീയ ഒരു പ്രതലത്തിൽ നിൽക്കാനോ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവർ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുകയാണ്. അവിടെ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്ക് തൻ്റെ പാർട്ടിയുടെ താല്പര്യം എടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. അതിനകത്ത് അതിന് കവിഞ്ഞ ഗൗരവം അതിൽ കൊടുക്കുന്നതിൽ തന്നെ ഒരു യുക്തി പ്രശ്നമുണ്ട്, ഒരു ഗൗരവം എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം.